ഗൈസ്, അപ്പോൾ ഞാനൊരു മൂവിയുടെ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നോ? കുഴപ്പമില്ല. സോ വേറൊന്നുമല്ല, നമ്മുടെ ദൃശ്യം 3 മൂവിയാണ്. എനിക്ക് പറയണം, ഞാൻ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടൊന്നും എനിക്കത്ര അറിയില്ല, ബട്ട് ഞാൻ പറയണം എന്ന് വിചാരിച്ചു. കാരണം എനിക്കിപ്പോൾ തിയേറ്ററിൽ ഞങ്ങൾ ഇറങ്ങിയതേ ഉള്ളൂ. സിനിമ എല്ലാവരും മസ്റ്റ് വാച്ച് ഓൺ തിയേറ്റർ എന്നേ പറയാനുള്ളൂ. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്, അത്രയ്ക്ക് എന്താ പറയുക, ക്ലാസിക് മാസ്റ്റർ പീസ് പടമാണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ദൃശ്യം ഫസ്റ്റും സെക്കൻഡും നല്ല എന്താ പറയുക, നല്ല ഫുള്ളി നല്ലപോലെ പഠിച്ചിട്ട് വേണം നമ്മൾ ദൃശ്യം 3 കാണാൻ പോയി. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ദൃശ്യം 3 വേറെ ലെവലായിട്ട് തോന്നുള്ളൂ. കാര്യം അങ്ങനത്തെ ഓരോ സീൻസ് വന്നപ്പോൾ ഞാൻ കഥയുടെ പോയത്, അവള് ഓരോ സീനിലും അവൾ ഞാനിവിടെ പേടിച്ചിരിക്കുന്നു. ഞാൻ എന്താണ് ഇൻ്റർവെല്ലൊക്കെ മോനെ ഒരു രക്ഷയില്ല. ആൻഡ് ആക്ടേഴ്സ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്യാമിയല്ല, പ്രതീക്ഷിക്കുന്ന ക്യാമിയാണ്. പിന്നെ അതുപോലെ ആക്ടേഴ്സ് എല്ലാം ഒരേ പൊളി. ആൻഡ് ദ ആക്ടർ, ദ വൺ മാൻ മോഹൻലാൽ, പറയാതിരിക്കാൻ പറ്റത്തില്ല. മലയാള സിനിമയുടെ എന്താ പറയുക, മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, ജോർജ് കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ മോഹൻലാൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇൻഡസ്ട്രിയിലെ ഏറ്റവും കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ഡയറക്ടറും നമ്മുടെ ആക്ടറും. ആദ്യം ലാലേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ലാസ്റ്റത്തെ ഒരു ഷോട്ടിൽ സിനിമ ചെയ്ത് നിൽക്കും. ആ ഒരു ഒറ്റ ഷോട്ട് എൻ്റെ മോനെ, എന്നുവെച്ചാൽ ആ ഒരു ലാസ്റ്റത്തെ ഒരു എന്താ പറയുക, ക്ലൈമാക്സിൽ ആ ഒരു ഒരൊറ്റ ഷോട്ട് ലാസ്റ്റ് തീരുന്നത് ലാലേട്ടൻ്റെ ഷോട്ടാണ്. അത് തുടരുമിലൊക്കെ നമ്മൾ കാണുന്ന പോലെ മലയാളത്തിൻ്റെ മോഹൻലാൽ തുടരും, അത് ആ ഒരു സംഭവം തന്നെയാണ് ദൃശ്യത്തിലും കാണിക്കുന്നത്. ആൻഡ് ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അടുത്ത് ഞാൻ ദൃശ്യം 3 തീരുന്നില്ല കേട്ടോ. 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്. ഇനി ചിലപ്പം നമ്മൾ ജീവിച്ച അത് അത്രയും വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനും വേണ്ടിയിട്ടുള്ള കഥയുണ്ട്. ആൻഡ് ദ തിങ്, ദ മാൻ, ദ ഹോൾ ബിഹൈൻഡ് ദ മൂവി എന്ന് പറയുന്നത് ജിത്തു ജോസഫ് സാർ. അതൊന്നും പറയാനില്ല. പിന്നെ നിങ്ങൾ കുറേ കൊള്ളാത്ത റിവ്യൂസൊക്കെ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോയി കാണാനാണ്. അടിപൊളിയാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, തേർഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എക്സാക്ട്ലി. പിന്നെ പറയാനുള്ളത്രേ ഉള്ളൂ, ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ഇനി ഏത് ലെവലിലായിട്ട് ഈ 4 കൊണ്ടുപോകുന്ന പോലും അറിയാൻ പറ്റത്തില്ല. കാര്യം ഇതിൽ ആദ്യം തൊട്ടേ ഫിലിമിൽ പറയുന്നതായാലും പണ്ട് തൊട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമായാലും മോഹൻലാൽ എൻ്റെ ജോർജ് കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ ഭാഗ്യവാനാണ്, അല്ലെങ്കിൽ അയാൾക്ക് സമയം കിട്ടി എന്നൊക്കെയുള്ള അത് ഈ സിനിമയിലും ആദ്യം തൊട്ടൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി ഇറ്റ്സ് എ സ്പോയിലർ എന്നാലും പറയുകയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ജോർജ് കുട്ടി. എന്താ പറയുക, ക്ലാസിക് ക്രിമിനൽ, അങ്ങനെ തന്നെ ഡിഫൈൻ ചെയ്യണം. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് മാറി നമുക്ക് ആ ഇമോഷൻസ് കാണുമ്പോൾ നമുക്ക് ആരുടെ ഭാഗത്ത് നിൽക്കേണ്ടതെന്ന് തോന്നാത്തൊരു സിറ്റുവേഷനൊക്കെ വരും. കാര്യം എല്ലാവരുടെയും ആ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മളെ പ്ലേസ് ചെയ്ത് നമുക്ക് ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മളൊക്കെ ജീവിച്ചു പോലും ഇരിക്കില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ. അത്രയും ഫേസ് ചെയ്ത് സത്യം പറഞ്ഞാൽ നമ്മൾ കഷ്ടം തോന്നും. ജീവിതം ഓരോരുത്തരുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് കഷ്ടം തോന്നും. കാരണം ഓരോരുത്തരും ഓരോ കാര്യത്തിൽ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻസ് ഉണ്ട്. ഓരോ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെടുന്നത്. പിന്നെ ഏറ്റവും എന്താന്ന് പറയുന്നത്, എല്ലാവരും ഓരോ ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. ഫാമിലിയായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ഫാമിലി മൂവിയാണ്, എല്ലാവരും ഫാമിലിയായിട്ട് റിലേറ്റ് ചെയ്ത് കണ്ടാൽ വേറെ ലെവലാണ്. അപ്പം പടം നിമിഷം അച്ഛനെ ഓർത്തു പോകുന്ന മക്കള് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അതാ ഈ 2 പെൺമക്കളൊക്കെ ഉള്ള അച്ഛന്മാർക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ. ഞങ്ങൾക്ക് രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആയതുകൊണ്ട് നല്ലതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് അരച്ചിലും വന്നു. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, പെട്ടെന്ന് എനിക്ക് ഒരച്ഛൻ ഒരു മോൾക്ക് വേണ്ടിയിട്ട് പോകും എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഇതാണ്. പോയി കാണുക. നമ്മൾ കൂടുതൽ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സ്പോയിലർ ഉറപ്പാണ്. കാരണം എന്റെ മനസ്സിൽ ഒരു കഥ ഇറക്കിയിരിക്കത്തില്ല, ഇവളുടെ എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും സ്പോയിലർ ആവാൻ തുടങ്ങിയ കുറെ കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇപ്പൊ തന്നെ കുറെ സ്പോയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ സിനിമ ഇറങ്ങിയിട്ട് വേണ്ടില്ലേ ഒരു ബ്ലോഗിനുള്ളതായി ഷോർട്സിന് വേണ്ടി എടുത്തതാ. 4 മിനിറ്റ് ആയി. സോ 3 മിനിറ്റ് ഷോർട്സ് 4.5 മിനിറ്റ് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ഇടയിലും. സോ അത്രേ ഉള്ളൂ. മസ്റ്റ് വാച്ച് ഓൺ തിയേറ്റർ. നിങ്ങൾ ഫോണിൽ കാണുന്നതിനെക്കാട്ടും തിയേറ്ററിൽ കാണുക. ഓക്കെ, അതായിരിക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ്. സത്യം പറഞ്ഞാൽ ഞാൻ ചില സീനൊക്കെ ഇങ്ങനെ ഞാനും ഇങ്ങനെ എഴുതുന്നത് കണ്ടേ. അടിപൊളിയാണ്.